നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുതിരാനിൽ ഭീതി പരത്തുന്ന കാട്ടുകൊമ്പനെ പൂട്ടാൻ വനം വകുപ്പ്. വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളെ എത്തിച്ച് ആനയെ കാടുകയറ്റിയ ശേഷം സോളാർ വേലി സ്ഥാപിക്കും. ആനയെ നിരീക്ഷിക്കാൻ AI ക്യാമറകൾ സ്ഥാപിച്ചു. നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടെ വനം മന്ത്രി സ്ഥലം സന്ദർശിച്ചു. ബാങ്ക് നിക്ഷേപങ്ങളുടെ നോമിനികളിൽ വ്യക്തത വരുത്തുന്ന റിസർവ് ബാങ്ക് നയം ആശ്വാസകരമെന്ന് VK ശ്രീകണ്ഠൻ MP. അവകാശികളില്ലാത്ത നിക്ഷേപങ്ങൾ അവകാശികളെ കണ്ടെത്തി നൽകാൻ പാലക്കാട്ട് പ്രത്യേക ബാങ്ക് അദാലത്ത്. കേരളത്തിലെ കായിക വിദ്യാഭ്യാസം കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് വടവന്നൂർ സ്കൂളിലെ കായിക താരങ്ങളെ അനുമോദിച്ച ചടങ്ങിൽ VK ശ്രീകണ്ഠൻ MP. പാലക്കാട്ട് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ പ്രധാന വേദിയുടെ പന്തലിന് MP കാൽ നാട്ടി. ശാസ്ത്രോത്സവം 7 തുടങ്ങും. തീരുന്നില്ല യാത്രാ ദുരിതം. കുളപ്പുള്ളി ഷൊർണൂർ പാത വീണ്ടും തകർന്നു. അറ്റകുറ്റപ്പണികൾക്കായി പാഴാക്കിയത് ലക്ഷങ്ങൾ. പാതയിൽ വൻ ഗർത്തങ്ങളും രൂക്ഷമായ പൊടിശല്യവും. കുളപ്പുള്ളി ഷൊർണൂർ പാത അഴിമതിക്കാർക്ക് പൊന്മുട്ടയിടുന്ന താറാവെന്ന ആക്ഷേപം. വാർത്തകൾ വിശദമായി. കുതിരാനിൽ ഭീതി പടർത്തുന്ന കാട്ടുകൊമ്പനെ പൂട്ടാൻ വനംവകുപ്പ്. വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളെ എത്തിച്ച് ആനയെ കാടുകയറ്റി സോളാർ വേലി സ്ഥാപിക്കാനാണ് പദ്ധതി. നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടെ വനം മന്ത്രി AK ശശീന്ദ്രൻ സ്ഥലം സന്ദർശിച്ചു. ആനയെ നിരീക്ഷിക്കാൻ വനംവകുപ്പ് AI ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പ്രദേശത്തെത്തിയ കാട്ടുകൊമ്പൻ വനം വാച്ചറെ ആക്രമിച്ചത്. പിറ്റേ ദിവസം വനംവകുപ്പിന്റെ ജീപ്പും തകർത്തിരുന്നു. പ്രദേശവാസികൾ മാസങ്ങളായി ഭീതിയിലാണ്. പ്രതിഷേധം ശക്തമായതോടെയാണ് കൊമ്പനെ കാടുകയറ്റാൻ വനംവകുപ്പ് ദൗത്യം തുടങ്ങിയത്. ഇതിനായി വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക സംഘം കുതിരാനിൽ എത്തി. ഡ്രോണുകൾ ഉപയോഗിച്ചും ക്യാമറകൾ ഉപയോഗിച്ചും ആനയെ നിരീക്ഷിച്ചു വരികയാണ്. ആവശ്യമെങ്കിൽ മയക്കുവെടി വയ്ക്കുന്നതുൾപ്പെടെ പരിഗണിക്കുമെന്ന് വനം മന്ത്രി വ്യക്തമാക്കി. ക്യാമറകൾ സ്ഥാപിക്കുകയും ഒരു അലർട്ട് സിസ്റ്റം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ വന്നാൽ DFO ഓഫീസിൽ ആ വിവരം അറിയുന്ന വിധത്തിലുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പശ്ചാത്തലമാണ് പ്രധാനം. കാരണം നമ്മൾ ഈ വനമേഖലയുമായി ബന്ധപ്പെട്ട റോഡ് നിർമ്മാണം പോലുള്ള കാര്യങ്ങൾ അത് പ്രോത്സാഹിപ്പിക്കുന്നതിലെ സമയത്ത് വന്യജീവികളുടെ ആവാസ മേഖലയിലൂടെയാണോ ഇത് പോകുന്നതെന്ന കാര്യത്തിൽ നമ്മളൊരു ഗൗരവം കൽപ്പിക്കാറില്ല. അപ്പം നമ്മളിപ്പം തൃശ്ശൂർ ജില്ലയിൽ തന്നെ ചാലക്കുടി മേഖല എടുത്താൽ വനത്തിനകത്തൂടെയാണ് റോഡ്. അപ്പോൾ ആ വനത്തിനകം എന്ന് പറയുന്നത് അവർക്കുള്ള സ്ഥലമാണ്. അതിലൂടെ നമ്മൾ പോവുകയാണ്. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. മുന്നറിയിപ്പുകളൊന്നും കണക്കിലെടുക്കാതെയുള്ള പൗരന്മാരുടെ ഭാഗത്തുണ്ടാകുന്ന ഒരു പ്രശ്നം കൂടി ഒരു സാഹചര്യമാണ്. കുതിരാൻ തുരങ്കം വന്നപ്പോൾ അവിടുത്തെ എക്കോസിസ്റ്റത്തിന് മാറ്റം സംഭവിച്ചു. പക്ഷേ ഭാഗ്യവശാൽ കൂട്ടത്തോടെയാണ് ആനകൾ വരുന്നത്. ഇപ്പോൾ ഇവിടെ കുറഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കിയത്. ഇനി ഒരു ആന തന്നെയാണ് കഴിഞ്ഞ 4-5 ദിവസമായി ഈ പത്രഭാഷയിൽ കൊലവിളി നടത്തിക്കൊണ്ട് സഞ്ചരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിനെ മയക്കുവെടി വെക്കണമെങ്കിലും മറ്റൊന്നെങ്കിലും ഇതിൽ ട്രാപ്പിൽ വീഴണം. പിന്നിപ്പം പുതുതായി വന്നൊരു നിർദ്ദേശം കുങ്കിയാനകളെ കൊണ്ടുവന്നു. പക്ഷേ ഇത് ട്രാപ്പിൽ വീണാൽ മയക്കുവെടിയൊന്നും വെക്കാൻ കഴിയില്ലെങ്കിലാണല്ലോ. അപ്പോൾ ആ നിർദ്ദേശം സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്. പൊതുസമൂഹത്തിൽ നിന്ന് വരുന്ന ഒന്നൊരു നിർദ്ദേശമാണ്. കുങ്കിയാനകളെ കൊണ്ടുവന്ന് ആനയെ വശത്താക്കി കൊണ്ടുപോകാൻ കഴിയുമെന്ന് പരിശോധിച്ചു. അപ്പോൾ ആവശ്യമായി വന്നാൽ കുങ്കിയാനകളെ കൊണ്ടുപോകാനുള്ള നടപടി സ്വീകരിക്കാൻ ഇന്ന് DFOയ്ക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സ്ഥലത്തെത്തി പ്രദേശവാസികളുമായി ചർച്ച നടത്തിയ വനം മന്ത്രി സർക്കാരിന് ചെയ്യാവുന്നതെല്ലാം ചെയ്യുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. ആനയുടെ ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്താകും വനം വകുപ്പിൻ്റെ വരും ദിവസങ്ങളിലുള്ള നടപടി. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. ബാങ്ക് നിക്ഷേപരുടെ നോമിനികളിൽ വ്യക്തത വരുത്തുന്ന റിസർവ് ബാങ്ക് നയം ആശ്വാസകരമെന്ന് VK ശ്രീകണ്ഠൻ MP. അവകാശികളില്ലാത്ത നിക്ഷേപങ്ങൾ അവകാശികളെ കണ്ടെത്തി നൽകാനായി പാലക്കാട്ട് സംഘടിപ്പിച്ച ബാങ്ക് അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. അവകാശികളുണ്ടായിട്ടും അർഹമായത് ലഭ്യമാകാതിരിക്കുന്ന സ്ഥിതിക്ക് ശാശ്വത പരിഹാരമുണ്ടാകണമെന്ന് MP ചൂണ്ടിക്കാട്ടി. ബാങ്കിംഗ് മേഖലയിലെ സങ്കീർണതകൾ പരിഹരിക്കാൻ റിസർവ് ബാങ്ക് ജാഗ്രതയോടെ പ്രവർത്തിക്കണം. സ്വകാര്യ ബാങ്കുകളുടെ കടന്നുകയറ്റവും സാധാരണക്കാരെ നിവരാനാകാതെ കൂച്ചുവിലങ്ങിടുന്ന നയങ്ങൾക്കും പ്രതിരോധം തീർക്കേണ്ടത് പൊതുമേഖലാ ബാങ്കുകളാണെന്നും MP ചൂണ്ടിക്കാട്ടി. നമുക്കറിയാം, രാജ്യത്ത് തന്നെ ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഇതുപോലെ അൺഐഡന്റിഫൈഡ് അക്കൗണ്ടിൽ കിടക്കുന്നത്. അപ്പോൾ പലപ്പോഴും മരണപ്പെട്ടു പോയതും അല്ലെങ്കിൽ അവകാശ തർക്കങ്ങളുള്ളതും നിയമത്തിൻ്റെ നൂലാമാലകളുള്ളതും ഒക്കെ ആയിട്ടുണ്ടാവും.
ഇത് ബാങ്കിന് മാത്രമല്ല മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലും ഈ വൻ തുക ഉണ്ടെന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രത്തിൽ വായിച്ചപ്പോഴാണ് നമുക്കും ഞെട്ടലുണ്ടായത്. എന്തായാലും പാലക്കാട് ജില്ലയിൽ സാധാരണക്കാരായ ആളുകളുടെ അക്കൗണ്ടാണ് 5 ലക്ഷത്തിലധികം ആളുകൾ കൂടി 126 കോടി എന്ന് പറഞ്ഞാൽ വലിയൊരു സംഖ്യയല്ല. സ്വാഭാവികമായിട്ടും അതിനായി പ്രത്യേകമായ ഒരു ആപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയും ഇതിൻ്റെ ഒരു പ്രചരണം നടത്താൻ വേണ്ടിയുമാണ് ഇത്തരത്തിലൊരു ജില്ലാ ക്യാമ്പ്. ലീഡ് ജില്ലാ മാനേജർ PT അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഒരേ പാർട്ടിയിലെ ജനപ്രതിനിധികൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരേ വേദിയിലെത്തിയതും ശ്രദ്ധേയമായി. MP VK ശ്രീകണ്ഠനും MLA രാഹുൽ മാങ്കൂട്ടത്തിലുമാണ് ഒരേ വേദിയിലെത്തിയത്. ആരോപണങ്ങളെ തുടർന്ന് കോൺഗ്രസ് പാർട്ടി സസ്പെൻഡ് ചെയ്ത രാഹുൽ പാർട്ടി പരിപാടികളിൽ നിന്നും സർക്കാർ പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. MP VK ശ്രീകണ്ഠനും MLA രാഹുൽ മാങ്കൂട്ടത്തിലും ഇതോടെ വേദികളിൽ മുഖാമുഖം കാണാതായി. ബാങ്ക് അദാലത്തിൽ മുഖ്യാതിഥിയായാണ് MLA പങ്കെടുത്തത്. പൊതുപരിപാടികളിൽ നിന്ന് രാഹുലിനെ തടയുമെന്ന് പ്രഖ്യാപിച്ച DYFIയും BJPയും നിലവിൽ പ്രതിഷേധം അവസാനിപ്പിച്ച നിലയിലാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുന്നംകുളം പോലീസിനെതിരെ വീണ്ടും മർദ്ദന പരാതി. പള്ളി പെരുന്നാൾ ദിവസം റോഡരികിൽ നിന്നിരുന്ന തന്നെ അകാരണമായി മർദ്ദിച്ചെന്നാരോപിച്ച് പ്രദേശവാസിയായ ജിൻസൺ രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം CPM പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതായും ആരോപണം ഉയർന്നിരുന്നു. ഒക്ടോബർ 25-ന് പെരുന്നാൾ ദിവസം റോഡരികിൽ നിന്നിരുന്ന തന്നെയും സുഹൃത്തുക്കളെയും SI വൈശാഖിൻ്റെ നേതൃത്വത്തിൽ അകാരണമായി മർദ്ദിച്ചു എന്നാണ് പരാതി. മർദ്ദിക്കുന്നത് ചോദ്യം ചെയ്തതോടെ ലാത്തി കൊണ്ട് കുത്തി. കസ്റ്റഡിയിലെടുക്കാൻ ജീപ്പിൽ കയറ്റി. നാട്ടുകാർ ചുറ്റും കൂടി പോലീസിനെ ചോദ്യം ചെയ്തതോടെ ജീപ്പിൽ നിന്ന് ഇറക്കിവിടുകയായിരുന്നു. ഒക്ടോബർ 26 അപ്പോൾ അടുപ്പുട്ടി പെരുന്നാളിൻ്റെ മിനി പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് പരിപാടിയൊക്കെ അവസാനിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങളവിടെ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് പ്രാവശ്യം പെരുന്നാളുണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സൈഡിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ഒരു 4ഓളം പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വർത്താനം പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരു ജീപ്പ് ഇങ്ങനെ വന്നു. ജീപ്പ് വന്നപ്പോൾ ഞങ്ങളിങ്ങനെ പോലീസിനെ കണ്ട സത്യത്തിൽ പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാണല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നിന്നപ്പോൾ അവരിങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ജീപ്പിൽ നിന്ന് ഇറങ്ങി പോളാന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വൈശാഖ് സാറെന്ന് പറഞ്ഞിട്ട് സാറുണ്ട്. ആ സാറ് ഇറങ്ങിയിട്ട് കാലിൻ്റെ മുകളിലേക്ക് ഒരു അടി അടിച്ചു. പിന്നെ അതപ്പോൾ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾക്കാകെ ഇതായി, എന്താ സംഭവം എന്നൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ആ ജീപ്പ് അങ്ങോട്ട് പോയിട്ട് വീണ്ടും തിരിച്ചു വന്നപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, എന്തിനാപ്പം എന്നെ തല്ലിയേ എന്ന് ചോദിച്ചു. വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് തന്നു. അപ്പം ഞാൻ എന്തിനാ തല്ലിയെന്ന് പറഞ്ഞിട്ട് സാറ് ഇങ്ങനെ ഇതായാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു ഇവിടെ പിടിച്ച് ജീപ്പിൽ കയറ്റാൻ പറഞ്ഞു. അങ്ങനെ ഉന്തി തള്ളി ജീപ്പിൽ കയറ്റി. അപ്പോൾ ജീപ്പിൽ കയറ്റി ഞാൻ ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് ആളെന്നെ പറഞ്ഞു ഇറക്കി വിട്ടോ. അപ്പോഴേക്കും നാട്ടുകാരൊക്കെ കൂടി ആകതായി. അപ്പോഴേക്കും ഇറക്കി വിട്ടോ എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഇതായി. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ജിൻസൺ വ്യക്തമാക്കി. കുന്നംകുളം പോലീസിനെതിരെ ഇന്നലെ CPM ഏരിയ കമ്മിറ്റിയും പരസ്യമായി രംഗത്തെത്തിയിരുന്നു. ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ 6 പേരെ പോലീസ് അകാരണമായി മർദ്ദിച്ചു എന്നാണ് ആരോപണം. ഇക്കാര്യത്തിൽ പോലീസിനെതിരെ പ്രത്യക്ഷ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് CPM. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുളപ്പള്ളി ഷൊർണൂർ പാതയിലെ തകർച്ച പരിഹരിക്കാൻ ഇനി എന്തു ചെയ്യണം? കാര്യക്ഷമമായ രീതിയിൽ പാത നവീകരണം നടത്തിക്കൂടെ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അടുത്തിടെ അറ്റകുറ്റപ്പണികൾ നടത്തിയ പാതയാണ് വീണ്ടും തകർച്ചയുടെ പടുകുഴിയിലായത്. ഏകദേശം 4 കിലോമീറ്ററോളം ദൂരം പാതയിലാണ് ഈ അവസ്ഥ. പാതയിൽ തകർച്ച വന്നപ്പോൾ വാഹനയാത്ര ദുരിതമായി, പിന്നെ പ്രതിഷേധമായി, ഫണ്ട് വയ്ക്കലായി, അതിനു പിന്നാലെ അറ്റകുറ്റപ്പണികളുമായി. എന്നാൽ വീണ്ടും പടുകുഴികളിലകപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ പാത. ഷൊർണൂർ നഗരപരിധിയിലെ കുളപ്പള്ളി ഷൊർണൂർ പാതയുടെ കാര്യമാണ് പറയുന്നത്. പാതയിലെ തകർച്ച പരിഹരിക്കാൻ ഇനി എന്ത് ചെയ്യണമെന്ന ചോദ്യമാണ് ഉയരുന്നത്. അടുത്തിടെ തകർച്ച പരിഹരിക്കപ്പെട്ട പാതയിലാണ് ഇപ്പോൾ വീണ്ടും പടുകുഴികൾ രൂപപ്പെട്ടു തുടങ്ങിയിരിക്കുന്നത്. പ്രതിഷേധിച്ച് രാഷ്ട്രീയക്കാർ മടുത്തു. PWDക്കാർക്ക് പലതവണ നിവേദനം നൽകിയും ഇക്കൂട്ടർ മടുത്തു. എന്നിരുന്നാലും പാത നന്നാകുമെന്ന് കരുതി. ഇപ്പോഴും പാതയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. നേരത്തെ ഷൊർണൂർ MLA ഇടപെട്ട് ഫണ്ട് വകയിരുത്തിയതിന് പിന്നാലെ PWD അധികൃതർ പാതയിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. 25 ലക്ഷം രൂപ ചിലവഴിച്ച് പാത നവീകരണം നടത്തിയെന്നാണ് വാദം. എന്നാൽ ഈ തുകയൊന്നും
പാത നവീകരണത്തിന് ചിലവഴിച്ചിട്ടുണ്ടാകില്ലെന്ന ആക്ഷേപങ്ങളും പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി PWD അധികൃതരുടെ അടുത്ത് വീണ്ടും നിവേദനം എത്തിയിരുന്നു. ഏകദേശം 4 കിലോമീറ്ററോളം ദൂരം വരുന്ന പാതയിലാണ് ഈ ദുരവസ്ഥ. അടുത്തിടെ അറ്റകുറ്റപ്പണികൾ നടത്തിയ പാതയിലാണ് ആഴ്ചകൾ പിന്നിട്ടപ്പോഴേക്കും വീണ്ടും പടുകുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. വാഹനയാത്ര ദുസ്സഹമായ സാഹചര്യത്തിൽ പാതയിലെ തകർച്ച പരിഹരിക്കാൻ ഇനി എന്ത് ചെയ്യണമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നെല്ല് സംഭരണം അനിശ്ചിതമായി നീണ്ടുപോകുന്നതിനെതിരെ ദേശീയപാത ഉപരോധിക്കുമെന്ന് നാഷണൽ ജനതാദൾ. നവംബർ 5 കുഴൽമന്ദത്ത് നെൽകർഷകരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ദേശീയപാത ഉപരോധിക്കുകയെന്ന് നാഷണൽ ജനതാദൾ ജില്ലാ പ്രസിഡന്റ് M. സുഗതൻ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നെൽകൃഷി ഇറക്കിയ പാലക്കാട്ടെ കർഷകർ ഇതേവരെ അനുഭവിച്ചിട്ടില്ലാത്ത പ്രതിസന്ധിയാണ് നേരിടുന്നതെന്ന് M. സുഗതൻ ചൂണ്ടിക്കാട്ടി. കൊയ്ത്ത് എന്നാണ് ആരംഭിക്കുക എന്നറിയാവുന്ന സ്ഥിതിയിൽ എല്ലാ കൊല്ലവും യഥാസമയം നെല്ല് സംഭരിക്കുന്നതിലും വില നൽകുന്നതിലും പരാജയപ്പെടുന്ന കേരള സർക്കാർ എല്ലാ നെൽകർഷകരുടെയും അന്തകനായി മാറിയിരിക്കുകയാണ്. മില്ലുടമകളുടെ അനാവശ്യ പിടിവാശിക്ക് സർക്കാർ വഴങ്ങുന്നത് നെൽകർഷകരോടുള്ള ക്രൂരതയാണ്. നെല്ല് സംഭരണ വിഷയത്തിൽ സർക്കാരും മില്ലുടമകളും ഒത്തുകളിക്കുകയാണെന്നും സുഗതൻ ആരോപിച്ചു. കൃഷി ചെയ്തില്ലെങ്കിലും പുറമേ നിന്ന് അരി കൊണ്ടുവരാമെന്ന് പറയുന്ന വിഡ്ഢിയായ മന്ത്രിയെയും ചുമന്നു നടക്കുന്ന സർക്കാരിൻ്റെ കാഴ്ചപ്പാട് തന്നെ ജനവിരുദ്ധവും കർഷക വിരുദ്ധവുമാണ്. എത്രയും പെട്ടെന്ന് നെല്ല് സംഭരണം ആരംഭിച്ചില്ലെങ്കിൽ നാഷണൽ ജനതാദൾ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിക്കുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. നെൽഭൂമിയിൽ കൃഷിഭൂമിയിൽ നെല്ലിറക്കി കൊയ്ത് ഏകദേശം 90% കൊയ്ത്ത് കഴിഞ്ഞിരിക്കുകയാണ്. സാധാരണ ഇത് കന്നിക്കൊയ്ത്ത് എന്ന് പറഞ്ഞത് ഇപ്പോൾ തുലാക്കൊയ്ത്തിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടായിരിക്കാം. അത് വന്നിട്ട് അതിനകത്ത് 1% നെല്ല് പോലും സംഭരിച്ചിട്ടില്ല. അത് ഗവൺമെന്റും മില്ലുകാരും തമ്മിലുള്ള ഒരു അന്തർധാര രഹസ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാമെന്ന് പറയുന്നു. അഥവാ മില്ലുകാർ ഈ നെല്ലെടുത്താലും അത് അവര് അരിയാക്കി വിറ്റ് പിന്നെ 3 മാസം കഴിഞ്ഞിട്ടാണ് കർഷകർക്ക് പൈസ കൊടുക്കുന്നത്. സമരപരിപാടികൾക്ക് തുടക്കം കുറിക്കുന്ന ഹൈവേ ഉപരോധം നാഷണൽ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് ജോൺ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് M. സുഗതനൊപ്പം ട്രഷറർ MA സുൽത്താൻ, സെക്രട്ടറിമാരായ A. വിൻസെന്റ്, MM. വർഗീസ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളത്തിലെ കായിക വിദ്യാഭ്യാസം കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് VK ശ്രീകണ്ഠൻ MP. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പാലക്കാടിൻ്റെ അഭിമാനമായി മാറിയ വടവന്നൂർ VMHSSലെ കായിക താരങ്ങളെയും പരിശീലകരെയും അനുമോദിക്കാൻ സംഘടിപ്പിച്ച ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അത്ലറ്റിക് വിഭാഗത്തിൽ 2ാം സ്ഥാനം നേടിയാണ് വടവന്നൂർ VMHSSലെ കായിക താരങ്ങൾ അവഗണിക്കാനാകാത്ത അടയാളം സൃഷ്ടിച്ചത്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കയ്യെത്തും ദൂരത്താണ് പാലക്കാടിന് കിരീടം നഷ്ടമായതെന്ന് MP ചൂണ്ടിക്കാട്ടി. പ്രതിഭകളില്ലാത്തതല്ല, പശ്ചാത്തല സൗകര്യവും പരിശീലനവും ഇല്ലാത്തതാണ് പാലക്കാട് പിന്തള്ളപ്പെടാൻ ഇടയായത്. കായികാധ്യാപകരുടെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. വടവന്നൂരിലെ കായിക താരങ്ങൾ പാലക്കാടിൻ്റെ പെരുമയായി മാറണമെന്നും MP പറഞ്ഞു. ചരിത്രം സൃഷ്ടിച്ച VMHSലെ വടവന്നൂരിലെ കായിക താരങ്ങളെ ഞാൻ ആദ്യമായിട്ട് പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അഭിനന്ദിക്കുമ്പോൾ നന്നായി കൈയടിക്കണം. VMHSS വടവന്നൂർ കേരളത്തിൽ തന്നെ ഒരു അപൂർവ റെക്കോർഡ് ഈ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ നേടിയിരിക്കുകയാണ്. പങ്കെടുത്ത മുഴുവൻ കുട്ടികളും 12 പേരും വലിയ നേട്ടത്തിന് ഉടമകളായി മെഡൽ വാങ്ങിയ പാലക്കാട് ജില്ലയിലെയും ആദ്യത്തെ സ്കൂളായി വടവന്നൂർ സ്കൂൾ
12 പേരെ പങ്കെടുപ്പിച്ച് കേരളത്തിൽ തന്നെ 2ാം സ്ഥാനം ഒരു സ്കൂളിൽ നേടാമെന്ന് തെളിയിച്ച ആദ്യത്തെ സ്കൂളും വടവന്നൂർ സ്കൂളും. 18 മെഡൽ പങ്കെടുത്ത എല്ലാവർക്കും മെഡൽ. ഇനിയിപ്പോ കൂടുതൽ കായിക താരങ്ങൾ വടവന്നൂർ സ്കൂളിൽ ഒന്ന് ചേരാൻ സാധ്യതയുണ്ട്. ഇപ്പോ എന്തായാലും പങ്കെടുത്തവർക്കും എല്ലാവർക്കും മെഡൽ കിട്ടുമെന്ന് വെച്ചാൽ അതും 18 മെഡലാണ് കിട്ടിയതല്ലേ. 12 പേർക്ക് 8 ഗോൾഡാണ്. ഗോൾഡിനൊക്കെ ഇപ്പൊ എന്താ വില? ഇത്രയും ഗോൾഡ് കിട്ടിയ ഒരു സ്കൂള് വേറെ ഉണ്ടാവില്ല. എന്തായാലും 1ാം സ്ഥാനക്കാര് 60ഓളം കുട്ടികളെ പങ്കെടുപ്പിച്ചിട്ടാണ് 1ാം സ്ഥാനം കിട്ടിയത് അല്ലേ, മലപ്പുറത്ത് ഐഡിയൽ സ്കൂൾ. അപ്പോ അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ടും വടവന്നൂർ സ്കൂളിനായിരിക്കും 1ാം സ്ഥാനം. നേട്ടത്തിലേക്കുള്ളൊരു കാൽവയ്പാണ് നിങ്ങൾ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ 5ാം സ്ഥാനത്തുണ്ടായിരുന്ന കുട്ടികളാണ് സ്കൂളിനെ ഒരൊറ്റ പുതുപ്പിൽ 2ാം സ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നത്. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷത വഹിച്ചു. MLA കെ ബാബു, നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, പഞ്ചായത്ത് പ്രസിഡന്റ് KS സക്കീർ ഹുസൈൻ, പ്രിൻസിപ്പാൾ KS സിന്ധു, പ്രധാനാധ്യാപിക PG ഗിരീഷ് കുമാർ, DD സലീന ബീവി, മാനേജർ V വാസുദേവൻ, PTA പ്രസിഡന്റ് ചന്ദ്രദാസ്, ഹരിദാസ്, ജിൻസ്, അനുരാഗ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. BJP പറളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറളിയുടെ വികസന മുന്നെടുപ്പിനെതിരെ വാഹന പ്രചരണ ജാഥ നടത്തി. BJP പറളി ഏരിയ പ്രസിഡന്റ് T ദിവാകരന്റെ നേതൃത്വത്തിലായിരുന്നു വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. പറളിയിലെ നിരവധി പ്രദേശങ്ങളിൽ ജാഥാ പര്യടനം നടത്തി. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണ പരിപാടികളിൽ PC ബാലകൃഷ്ണൻ, KC സുന്ദരൻ, C യജലൻ, AC ചെന്താമരാശൻ തുടങ്ങിയവർ സംസാരിച്ചു. വൈകുന്നേരം 7 മണിക്ക് പറളി ചെക്ക് പോസ്റ്റിൽ നടന്ന സമാപന സമ്മേളനം BJP സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഉദ്ഘാടനം ചെയ്തു. നശിച്ച് നാറാണക്കല്ലായി അറബിക്കടലിലേക്ക് ജനങ്ങൾ ചവിട്ടി പുറത്തിട്ട തത്വശാസ്ത്രം, ആ പ്രത്യയശാസ്ത്രം, ആ കിടുതാപ്പ് കടലാസിന് പ്രിന്റ് ചെയ്യാം. ആ പ്രിന്റ് ചെയ്തിട്ട് അതിന്റെ ഇൻഡാസ് ഇന്ത്യയിലെ മഹാരാജ്യത്തെ ജനങ്ങൾക്ക് ഒന്ന് കൊണ്ട് കൊടുത്തതിന് ശേഷം പറ ഞങ്ങളുടെ വിദ്യാഭ്യാസ നയം ഇതാണെന്ന്. എന്നിട്ട് ആദ്യം ജനങ്ങളുടെ കോടതിയിലൊന്ന് ജയിച്ച് ആ പാർലമെന്റിന്റെ ഉള്ളിൽ ബാക്കി 275 ആളുകളെ നിരത്തി നിർത്തിയതിനു ശേഷം PM ശ്രീ പദ്ധതിയെ പോലെയുള്ളതിന് പകരം ഞങ്ങളുടെ പദ്ധതിയാണ് വെക്കുന്നതെന്ന് നാട്ടലോടുകൂടി പറയണോ? അല്ലാണ്ട് ഈ പോട്ടക്കളത്തിലെ തവള പോലെ കിടന്നിട്ട് കൊഞ്ഞനം കുത്തുക. ജില്ലാ ഉപാധ്യക്ഷയും പഞ്ചായത്ത് അംഗവുമായ KM ബിന്ദു രാജഗോപാൽ, പട്ടികജാതി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സുരേഷ് കോങ്ങാട്, മണ്ഡലം സെക്രട്ടറി ഭാസ്കരൻ, ബ്ലോക്ക് മെമ്പർമാരായ അജിത്, കലാകണ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ ലക്ഷ്മണൻ, ബിന്ദു, സതീഷ്, രാജേഷ്, നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി മഹേഷ് സ്വാഗതവും രാജേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മങ്കരവെള്ള റോഡിൽ MGNREGS പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ജിത്തു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം KB വിനോദ് കുമാർ, ICDS സൂപ്പർവൈസർ ഷീബ, പഞ്ചായത്ത് സെക്രട്ടറി സുനിത, അംഗൻവാടി വർക്കർ വിമല, ഹെൽപ്പർ ശശികല എന്നിവർ സംസാരിച്ചു. 10 ഞാൻ ആദ്യം പ്രസിഡന്റ് ആകുന്ന സമയത്ത് ഈ വിമലയുടെ ഭർത്താവ് രാധാകൃഷ്ണനെ അതിനു മുമ്പ് എനിക്ക് പരിചയമുണ്ട്. അയാൾ മെമ്പറായി ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ ഭാര്യ ടീച്ചറായതോടുകൂടിയാണ് അയാൾക്കൊരു ബിൽഡിംഗ് വേണം തോന്നിയത്. അതുവരെ ഒരു തോന്നലും ഉണ്ടായിരുന്നില്ല. രാത്രി ഒരു 9:30 മണി കഴിഞ്ഞാൽ പിന്നീട് എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നത് സത്യമാണ്. ശ്രമം നടന്നുവെങ്കിലും നടന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ 5 കൊല്ലക്കാലം ഒരു ഗ്യാപ്പ് വന്നു. പിന്നെ വീണ്ടും എന്തോ ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ നിങ്ങളൊക്കെപ്പാടെ വീണ്ടും എന്നെ പഞ്ചായത്ത് മെമ്പറാക്കി പ്രസിഡന്റാക്കി അത് ഈ വാർഡിൽ തന്നെ വന്ന് പെടുകയും ചെയ്തു. അപ്പം അങ്ങനെ എന്തായാലും ആ അംഗൻവാടി നമുക്ക് അനുവദിച്ച അംഗൻവാടിയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അപ്പുറത്തുള്ളവരൊക്കെ ചീത്ത പറയും, ഇവളൊക്കെ ചീത്ത പറയും, ഇതിലൊക്കെ വേറെ വാർഡാണ്. അപ്പം ഈ അംഗൻവാടി 12ാം വാർഡിന് അനുവദിച്ച് കിട്ടിയ അംഗൻവാടിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. കാരണം എന്താ അറിയോ, അവിടെയുള്ള ഒരു അംഗൻവാടിയെ നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് പറിച്ച് മാഷിനോടേക്ക് കൊണ്ടുപോയി പറയരുത്. കോട്ടായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അംഗൻവാടി കലാകായിക മത്സരം സംഘടിപ്പിച്ചു. കുട്ടിക്കൂട്ടം എന്ന നാമകരണത്തിൽ നടന്ന കലാകായിക മത്സരങ്ങൾ കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CR അനിത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ഗീത, C അനിത തുടങ്ങിയവർ സംസാരിച്ചു. ICDS സൂപ്പർവൈസർ പ്രമീള സ്വാഗതവും അംഗൻവാടി ലീഡർ ബിന്ദു നന്ദിയും പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പിന്റെ ചങ്ങാതിക്കൊരുത്തൈ എന്ന പദ്ധതിയുടെ ഭാഗമായി ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂളിൽ വൃക്ഷത്തൈ നടുകയും പരിപാലിക്കൽ ചടങ്ങും നടന്നു. പുതുതലമുറയ്ക്ക് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതയെ ബോധ്യപ്പെടുത്തുക എന്നതുകൂടി ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നു. സ്കൂൾ PTA പ്രസിഡന്റ് അലി ഇടശ്ശേരി,
പ്രധാനാധ്യാപകൻ പി കെ മോഹനൻ, അധ്യാപികമാരായ രജനി എൻ എ, കവിത ജഗദീഷ്, സ്വപ്ന, ഷെറിൻ, ബിനീത എന്നിവർ നേതൃത്വം നൽകി. ഇത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു പരിപാടിയാണ്. ചങ്ങാതിക്കൊരു തൈ എന്നാണ് ഈ പരിപാടിയുടെ പേര്. എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ആണ് കുട്ടികൾക്ക് ഈ പ്രവർത്തനം കൊടുത്തത്. ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കുട്ടികളോട് ഒരു വിത്ത് എടുത്തിട്ട് വീട്ടിൽ തന്നെ ചട്ടിയിലോ അല്ലെങ്കിൽ ബാഗിലോ മുളപ്പിച്ച് അതിനെ തൈയായി നടാൻ പാകമാകുമ്പോൾ സ്കൂളിൽ കൊണ്ടുവന്ന് തൻ്റെ ഒരു കൂട്ടുകാരൻ കൊടുക്കാൻ. അതാണ് പരിപാടി ഉണ്ടായിരുന്നത്. ചങ്ങാതിക്കൊരു തൈ എന്നാണ് ഈ പരിപാടിയുടെ പേര്. അതിൻ്റെ ഭാഗമായിട്ട് ചെറുപ്പത്തിൽ ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികൾ കൊണ്ടുവന്നിരിക്കുന്ന തൈകളാണ് അവരവരുടെ കൂട്ടുകാർക്ക് കൈമാറുന്ന ഒരു പരിപാടിയാണ് നടക്കുന്നത്. കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് ഇറാൻ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സിദ്ദീഖ് അഹമ്മദിൻ്റെ സഹകരണത്തോടെ പാലക്കാട്ട് പേഴുങ്കര മോഡൽ ഹൈസ്കൂൾ ക്യാമ്പിൽ ഫലവൃക്ഷ തൈകൾ നട്ടു. ട്രസ്റ്റ് ചെയർമാൻ കെ പി അലിവിയാജി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി പി കെ ഹൈദർ അലി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ എം പി പുഷ്പരാജ്, പരിസ്ഥിതി പ്രവർത്തകർ, അധ്യാപകർ, മാനേജ്മെൻറ്റ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുതിരാനിൽ ഭീതി പരത്തുന്ന കാട്ടുകൊമ്പനെ പൂട്ടാൻ വനം വകുപ്പ്. വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളെ എത്തിച്ച് ആനയെ കാടുകയറ്റിയ ശേഷം സോളാർ വേലി സ്ഥാപിക്കും. ആനയെ നിരീക്ഷിക്കാൻ AI ക്യാമറകൾ സ്ഥാപിച്ചു. നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടെ വനം മന്ത്രി സ്ഥലം സന്ദർശിച്ചു. ബാങ്ക് നിക്ഷേപങ്ങളുടെ നോമിനികളിൽ വ്യക്തത വരുത്തുന്ന റിസർവ് ബാങ്ക് നയം ആശ്വാസകരമെന്ന് VK ശ്രീകണ്ഠൻ MP. അവകാശികളില്ലാത്ത നിക്ഷേപങ്ങൾ അവകാശികളെ കണ്ടെത്തി നൽകാൻ പാലക്കാട്ട് പ്രത്യേക ബാങ്ക് അദാലത്ത്. കേരളത്തിലെ കായിക വിദ്യാഭ്യാസം കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് വടവന്നൂർ സ്കൂളിലെ കായിക താരങ്ങളെ അനുമോദിച്ച ചടങ്ങിൽ VK ശ്രീകണ്ഠൻ MP. പാലക്കാട്ട് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൻ്റെ പ്രധാന വേദിയുടെ പന്തലിന് MP കാൽനാട്ടി. ശാസ്ത്രോത്സവം 7 തുടങ്ങും. തീരുന്നില്ല യാത്രാ ദുരിതം. കുളപ്പുള്ളി ഷൊർണൂർ പാത വീണ്ടും തകർന്നു. അറ്റകുറ്റപ്പണികൾക്കായി പാഴാക്കിയത് ലക്ഷങ്ങൾ. പാതയിൽ വൻ ഗർത്തങ്ങളും രൂക്ഷമായ പൊടിശല്യവും. കുളപ്പുള്ളി ഷൊർണൂർ പാത അഴിമതിക്കാർക്ക് പൊന്മുട്ടയിടുന്ന താറാവെന്ന ആക്ഷേപം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.